ഇന്നൊരു 2 kg വെയിറ്റ് വരുന്ന 2 ടയർ കേക്കാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 8 മുട്ട ഉപയോഗിച്ച് 2 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നും 2 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലായിട്ട് കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ട്. താഴത്തെ ടയറിന് വേണ്ടി 4 ലെയറും മുകളിലത്തെ ടയറിന് വേണ്ടി 4 ലെയറും കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഡ്രം ബേസ് എടുക്കുന്നതിന് പകരം 2 കേക്ക് ബേസുകൾ ചേർത്തൊട്ടിച്ചാണ് കേട്ടോ അടിയിലത്തെ കേക്കിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. 12 ഇഞ്ചിൻ്റെ ബേസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വാനില കേക്ക് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഫില്ലിങ്സ് ഒന്നും വേണ്ട. പക്ഷേ ഞാൻ ഇതിനകത്ത് ഓരോ ലെയറിലും മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കേക്ക് എന്നോട് ഡിഗ്രിക്ക് പഠിച്ച് ധന്യ തന്ന ഓർഡറാണ് കേട്ടോ. ധന്യയെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ക്ലാസ്മേറ്റ്സ് ആയിരുന്നു കേട്ടോ. ആ ഒരു രീതിക്കുള്ള ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് എനിക്ക് 3 പേരായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 4 പേരോടെയായിരുന്നു ഒരുമിച്ച് നടന്നുകൊണ്ടിരുന്നത്. അതിൽ 2 പേര് എനിക്ക് കേക്കിൻ്റെ ഓർഡറൊക്കെ ഒരുപാട് തന്നിട്ടുണ്ട്. നല്ല സപ്പോർട്ടാണ് കേട്ടോ. അതിൽ ഒരാൾ മരിച്ചുപോയി. ഒരു 3-4 കൊല്ലമായിട്ട് അവൾ ഞങ്ങളെ വിട്ടുപോയിട്ട്. പിന്നെ ഒരാൾ ഇപ്പോഴും സപ്പോർട്ടാണ്. പിന്നെ ഇതിലൊന്നും ഉൾപ്പെടാത്ത ഒരാൾ, ആ മൂന്നാമത്തെ ആൾ നമുക്കിട്ട് പണി തരുന്ന ആളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഫ്രണ്ട്സ് കേക്ക് മേടിച്ചപ്പം ഒരാളിനോട് പറഞ്ഞു, നീ എന്തിനാ കേക്ക് വാങ്ങിച്ചത്, നിനക്ക് വേറെ എൻ്റെ കൂട്ടുകാരുടെ കടയുണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞെന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് കുറേ നാൾ കഴിഞ്ഞ് ഈ ആൾ മരിച്ചതിന് ശേഷം എന്നോട് വിളിച്ച് കേക്ക് വേണമെന്നൊക്കെ ഈ മൂന്നാമത്തെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് 1-2 പ്രാവശ്യം കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കേക്ക് ഓർഡർ തരാറില്ല. ഞാനും വലിയ മൈൻഡ് ചെയ്യാറില്ല കേട്ടോ. എന്ന് കരുതി എന്നോടിത് അവൾ പറഞ്ഞെന്നോ എന്നുള്ള രീതിയൊന്നും ഞാൻ ഇതുവരെയും കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നിന്ന് അവർ നമുക്കിട്ട് പണിയേരാൻ നോക്കുമ്പോൾ നമ്മൾ വലിയ കാര്യമാക്കാതിരുന്ന എൻ്റെ കൂടെ ക്ലാസ്മേറ്റായിട്ട് പഠിച്ച ആ കുട്ടിയാണ്. അവൾ ഒരുപാട് ദൂരെ നിന്നാണ് എനിക്ക് കേക്ക് ഓർഡർ തന്നത്. 10-20 കിലോമീറ്റർ 25 കിലോമീറ്ററോളം അകലെ നിന്നാണ് എനിക്ക് കേക്ക് ഓർഡർ തന്നിട്ടുള്ളത്. അതും അവളുടെ ഹസ്ബൻഡ് മോളും കൂടിയാണ് കേട്ടോ വന്ന് എടുത്തുകൊണ്ട് പോയിട്ടുള്ളത്. അത് നമ്മുടെ കേക്കിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് 2 മാസം മുന്നേ എനിക്ക് കേക്കിൻ്റെ ഓർഡർ തന്നതാണ്. ഒരു ഫോട്ടോ അയച്ചു തന്ന് അതുപോലെ ചെയ്യാനാണ് കേട്ടോ പറഞ്ഞത്. അതിൽ ചെറിയ വ്യത്യാസം വരുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതുപോലെയൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് അതേ കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. താഴെ കൊടുത്ത ലൈറ്റ് ബ്ലൂ കളറും മുകളിൽ ലൈറ്റ് പിങ്ക് കളറിലാണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഫോണ്ടൻറ്റ് വർക്ക്സും കുറച്ച് ഫോക്സ് ബോൾസും ഒക്കെയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഫോണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ച കണക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് സെറ്റും ഒക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവർ തന്ന പിക്ക് ഇതിനകത്ത് ഇട്ടേക്കാം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുപോലെ ആയിന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള ആ യൂണിക്കോൺ ഒരുപാട് പണിപ്പെട്ടാണ് കേട്ടോ ഞാൻ താഴത്തെ യൂണിക്കോണിനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ. അതിനകത്ത് നല്ലൊരു യൂണിക്കോൺ ആയിരുന്നു. പിന്നെ ഈ കേക്കിൽ ഒരു ഗേൾ ഇരിക്കുന്നതായിട്ടൂടെ ഫൗണ്ടൻ വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയാണ് കേട്ടോ ചെയ്ത്. ഫോക്സ് ബോൾസ് മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാം ഫൗണ്ടനിലാണ് കേട്ടോ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്നിരിക്കുന്നു. ഇഷ്ടമായിട്ടാണ് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ.